കൃഷ്ണ ഈ ഫയലും കൊണ്ട് തന്നോട് അക്ഷയ് സാറിന്റെ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. കൃഷ്ണ ഓഫീസിലേക്ക് എത്തിയപാടെ അരുൺ ധൃതിയിൽ ഒരു ഫയൽ കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു. അവൾ അത് വാങ്ങി അവനെ സംശയത്തോടെ നോക്കി. സർ, ഇത് കംപ്ലീറ്റ് ആവാത്ത ഫയലാണ്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കൊടുത്താൽ പോരെ? തന്നോട് ഈ ഫയലും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ അക്ഷയ് സാർ തന്നെയാണോ പറഞ്ഞത്? താൻ പെട്ടെന്ന് ചെല്ലാൻ നോക്ക്, ഇല്ലെങ്കിൽ രാവിലെ തന്നെ സാറിന്റെ വായിൽ ഇരിക്കുന്നത് കേൾക്കേണ്ടി വരും. അതും പറഞ്ഞ് അരുൺ പോയി. അവൾ ചുരിദാറിന്റെ ഷാൾ ഒന്നുകൂടി നേരെയിട്ട് ഫയലെടുത്ത് അക്ഷയന്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. മേ ഐ കമിൻ സർ? ഡോറിക് നോക്ക് ചെയ്തു. യെസ്. അവന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടതും അവൾ പതിയെ അകത്തേക്ക് കയറി. വാതിൽ തുറന്നു വരുന്ന കൃഷ്ണയെ കണ്ടതും അവനൊരു നിമിഷം അവളെ നോക്കി. കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളർ ചുരിദാറാണ് അവളുടെ വേഷം. ഷാൾ വൺ സൈഡായിട്ടിരിക്കുന്നു. നീളമുള്ള ഇടതൂർന്ന മുടി വിടർത്തിയിട്ടിരിക്കുന്നു. നെറ്റിയിലെ കുഞ്ഞു കറുത്ത പൊട്ട് അവളുടെ ഭംഗി ഒന്നുകൂടി കൂട്ടി. ഗുഡ് മോർണിംഗ് സർ. അവന് മുൻപിലായി വന്നു നിന്ന് കൃഷ്ണ അത് പറയുമ്പോഴാണ് അവനൊരു ഞെട്ടലോടെ അവളുടെ മുഖത്തു നിന്നും മേകൾ മാറ്റിയത്. അവൾ കയ്യിലിരുന്ന ഫയൽ അവന് നേർക്ക് നീട്ടി. സർ, ഈ ഫയൽ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് കംപ്ലീറ്റ് ചെയ്തു തരാം. അവൻ ഫയൽ വാങ്ങി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവൾ പറഞ്ഞു. ഓക്കെ കൃഷ്ണ, ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് എനിക്കിത് കിട്ടിയിരിക്കണം. അവൻ ആ ഫയൽ വാങ്ങി ഒന്ന് ചെക്ക് ചെയ്ത് അവൾക്ക് നേരം തന്നെ നീട്ടി. അവന്റെ പതർച്ച പുറത്ത് കാണിക്കാതെ പറഞ്ഞു. അവൾ പോയതും അവൻ കണ്ണുകളടച്ച് ചെയറിലോട്ട് ചാരി. എന്തോ ആ സ്ത്രീയോട് തോന്നുന്ന ദേഷ്യമോ വെറുപ്പോ അവളോട് തോന്നുന്നില്ല. ഇങ്ങോട്ട് വരുമ്പോൾ തങ്ങളുടെ ജീവിതം തകർത്തതിന്റെ ഫലമായി അവളെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത, ഓർക്കുമ്പോൾ പോലും ഭയം തോന്നുന്ന രീതിയിൽ തകർക്കണം എന്നായിരുന്നു മനസ്സിൽ. ബട്ട് ഇപ്പോൾ അവളെ കാണുമ്പോൾ താൻ അതൊക്കെ മറന്നു പോകുന്നു. താൻ അറിയാതെ അവളിലേക്ക് അടിമപ്പെട്ടു പോകും പോലെ. അവനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. സൺഡേ ആയതുകൊണ്ട് തന്നെ അവളുടെ ജോലികൾ എല്ലാം കുറച്ച് പതുക്കെയായിരുന്നു. ഓഫീസിൽ പോവേണ്ടാത്തത് കൊണ്ട് വർമ്മ മാൻഷനിലേക്ക് കുറച്ച് വൈകിയെത്തിയാലും കുഴപ്പമില്ല. അല്ലെങ്കിലും ഓഫീസില്ലാത്ത ദിവസങ്ങളിൽ ഓരോ പണി കൂടുതലുണ്ടാക്കി അവൾ രാജേശ്വരി അമ്മയുടെ അടുത്ത് തന്നെ വൈകുന്നേരം വരെ നിൽക്കും. അത്രയും നേരം ചെറിയമ്മയുടെ അടുത്തു നിന്നും രക്ഷപ്പെടാലോ. പണിയെല്ലാം കഴിഞ്ഞ് അവൾ ഇറങ്ങിയപ്പോഴും വീട്ടിൽ ആരും എണീറ്റിരുന്നില്ല. രാജേശ്വരി അമ്മ മാത്രമായിരുന്നു തറവാട്ടിൽ ഉണ്ടായിരുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തു പോയിരുന്നു. അക്ഷയ് 2 ദിവസമായിട്ട് ചെന്നൈ എന്തോ ബിസിനസ് ആവശ്യമായി പോയിരിക്കുകയാണ്. കൃഷ്ണേ, രാജേശ്വരി അമ്മയുടെ വിളി കേട്ടതും അവൾ അകത്തേക്ക് നടന്നു. അപ്പൊ എന്നെ ഓർമ്മയുണ്ടല്ലേ? ഇത്രയും ദിവസം മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കിട്ടിയപ്പോൾ എന്നെ വേണ്ടായിരുന്നു. അകത്തേക്ക് കയറിയതും അവൾ അവരെ നോക്കി കുറുമ്പോടെ പറഞ്ഞു. അതിന് ഞാനാണോടി നിന്നെ മറന്നേ? അവരെല്ലാം വന്നതിൽ പിന്നെ നീ അടുക്കളയ്ക്ക് ഇപ്പുറം കടന്നിട്ടുണ്ടോ? എന്തിന്, എന്നെ ഒന്ന് കാണാൻ പോലും നീ വന്നോ? അവരുടെ ചുളിവ് വന്ന മുഖം അവളോടുള്ള പിണക്കത്താൽ വീർത്തു. അത് കണ്ടതും അവളുടെ മുഖത്ത് ചിരി വിരിഞ്ഞു. എൻ്റെ രാജിക്കുട്ടി, അവരൊക്കെ കുറച്ച് ദിവസം നിന്നിട്ട് പോവും. ഞാനിവിടെ എന്നും ഈ മുത്തശ്ശിക്ക് കൂട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ ഞാൻ വരാഞ്ഞേ? അവൾ അവരുടെ അടുത്ത് വന്നിരുന്ന് കവിളിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോ നിനക്ക് കല്യാണം കഴിക്കുമെന്ന് വേണ്ടേ? എന്നെയും നോക്കിയിരുന്നാ മതിയോ കുട്ടി? അവർ അരുമയോടെ അവളുടെ കവിളിൽ തലോടി. ദേ, ഞാനിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നടക്കുവാ. ചെറിയമ്മയിൽ നിന്നും ഉള്ള വഴക്കും പിന്നെ ഇടയ്ക്ക് ഇവിടുത്തെ ആ കൊച്ചുമോൻ അസുരനില്ലേ, അയാളുടെ വഴക്കും മാത്രം കേട്ടാൽ മതി. വേറെ വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഇനി കല്യാണം കഴിച്ചു വിട്ട് ഇല്ലാത്ത പ്രോബ്ലം ഒന്നും ഉണ്ടാക്കാൻ ഞാനില്ല. ചുമ്മാ ഓരോന്ന് പറഞ്ഞ് അവിടുന്ന് ഉണ്ടാക്കരുത് പ്ലീസ്. അവൾ ചുണ്ടുകൂർപ്പിച്ച് അവരുടെ നേർക്ക് കൈകൂപ്പി. ഡീ, നീ എന്താടി എൻ്റെ കുഞ്ഞിനെ വിളിച്ച്? അസുരൻ എന്നോ? അവനിങ്ങ് വരട്ടെ, വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ. അവർ കള്ള ഗൗരവത്തോടെ അവളെ നോക്കി കണ്ണു കൂർപ്പിച്ചു. അയ്യോ, ചതിക്കല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇതെങ്ങാനും ആ അല്ല സാർ അറിഞ്ഞാൽ എന്നെ തൂക്കിക്കൊല്ലും. എൻ്റെ കുഞ്ഞ് അത്ര ദുഷ്ടനൊന്നുമല്ലടി. ഓ ആയിക്കോട്ടെ, സമ്മതിച്ചു. ഞാനേ ഇപ്പൊ വരാം, കുറച്ചുകൂടി ജോലിയുണ്ട്. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും എണീറ്റു. ഡി പെണ്ണെ, അവിടെ നിന്നേ. ദേ, ആ അലമാര തുറന്ന് അതിൻ്റെ മുകളിൽ തട്ടിലൊരു കവറുണ്ട്, അതിങ്ങെടുക്ക്. ഇതെന്താ, പുതിയ സാരിയൊക്കെ കിട്ടിയോ? അവൾ ആ കവർ കയ്യിലെടുത്ത് അതിലുള്ള ചുവപ്പ് കളർ ഷിഫോൺ സാരി എടുത്തൊന്ന് നോക്കി അവർക്ക് കൊടുത്തു. നീ ഇങ്ങ് വാ, ഇത് നിനക്കുള്ളതാ. ഇതൊന്ന് ചുറ്റിക്കാണിച്ച് എൻ്റെ മോള്. എനിക്കോ? എന്തിന്? അതെന്താ, എന്തെങ്കിലും വിശേഷം ഉണ്ടായാൽ മാത്രമേ എനിക്ക് നിനക്ക് വല്ലതും തരാൻ പറ്റത്തുള്ളൂ.
നീ അവിടെ നിൽക്കാതെ ഇതൊന്ന് ഉടുത്ത് കാണിക്ക്. ഉടുത്ത് കാണിക്കാൻ പറ്റിയ ടൈം. ഞാനേ എൻ്റെ ജോലിയൊക്കെ തീർത്ത് ഇപ്പോൾ വരാം. എന്നിട്ട് നമുക്ക് ഇതൊക്കെ എടുത്ത് ഒരു റാമ്പ് വാക്കൊക്കെ ചെയ്യാം. നീ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. പണിയെടുക്കാൻ നീ മാത്രമല്ല ഇവിടെയുള്ളത്, വേറെയും ആളുകളുണ്ട്. നീ ഇപ്പോൾ ഇതൊന്ന് ഉടുത്ത് കാണിക്ക്. എൻ്റെ രാജേശ്വരി തമ്പുരാട്ടി, വെറുതെയല്ല കൊച്ചുമോൻ ഇങ്ങനെയായിപ്പോയത്. അതും പറഞ്ഞവൾ സാരി വാങ്ങി ഡ്രസ്സിംഗ് റൂമിൽ കയറി. ദേ നോക്ക്, കൊള്ളാവോന്ന്. അവൾ അതെടുത്തു വന്ന് ഒന്ന് കറങ്ങി കാണിച്ചു. അവരുടെ മെയ്കൾ വിടർന്നു. ചുവപ്പ് സാരിയിൽ ദേവിയെപ്പോലെ ഭംഗിയുണ്ടായിരുന്നു അവൾക്ക്. ഇങ്ങ് അടുത്തോട്ട് വാ, നോക്കട്ടെ. അവർ അവളെ അടുത്തേക്ക് വിളിച്ചതും പുറത്തെന്തോ പൊളിഞ്ഞു വീഴുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. അയ്യോ മോളെ മായ, ടെറസിൽ തുണി ഉണക്കാനിട്ടിരുന്നു വസുന്ധര പോയപ്പോൾ. മോളതൊന്ന് എടുത്തു വെക്ക്. അത് കേട്ടതും അവൾ സാരിയും പൊക്കിപ്പിടിച്ച് മുകളിലേക്ക് ഓടി. സാരി ഒതുക്കിപ്പിടിച്ച് അവൾ ടെറസിലേക്ക് കയറി. കാറ്റിൽ ചെറുതായി പാറുന്ന സാരി തലപ്പ് അവൾ ഇടുപ്പിൽ കുത്തിവെച്ചു. തുണികൾ മുഴുവനായി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും മായ അവളെ മുഴുവനായി നനച്ചിരുന്നു. അവസാന തുണിയും അയയിൽ നിന്നും വലിച്ചെടുത്തവൾ അകത്തേക്കോടി. സാരിയുടെ അടിഭാഗം ഒന്ന് ചുരുട്ടി പിഴിഞ്ഞ് ടെറസിലേക്കുള്ള വാതിൽ ചാരി അകത്തേക്ക് നടന്നു. സാരി ദേഹത്തോട് ഒട്ടിക്കിടക്കുന്നതിനാൽ അതൊന്നുകൂടി ഉയർത്തിപ്പിടിച്ച് ധൃതിയിൽ സ്റ്റെപ്പിറങ്ങി ഹാളിലേക്ക് കയറിയതും ബലമുള്ള എന്തിലോ തട്ടി പുറകിലോട്ട് മലർന്നു വീഴാൻ തുടങ്ങിയതും ആരുടെയോ കൈ അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു. കൃഷ്ണ ഒരു ഞെട്ടലോടെ മുഖമുയർത്തി നോക്കിയതും കണ്ടു തന്നെ പകപ്പോടെ നോക്കുന്ന അക്ഷയ് വർമ്മയെ. അവളൊരു വെപ്രാളത്തോടെ അവൻ്റെ നെഞ്ചിൽ ഇരു കൈകളും വെച്ച് വീയാതെ പിടിച്ചു നിന്നു. ഒരു പുരുഷന്റെ ബലിഷ്ഠമായ കൈ ആദ്യമായി തൻ്റെ ശരീരത്തിൽ തൊട്ടിരിക്കുന്നു. അവൻ്റെ നെഞ്ചിലെ ഹൃദയമിടിപ്പ് കൂടി വരുന്നത് അവളുടെ കൈകളിൽ അവൾക്കറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. കുറച്ചു നിമിഷങ്ങൾ മറ്റെല്ലാം മറന്നവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. നനഞ്ഞൊട്ടിയ ചുവന്ന സാരിയിൽ അവളുടെ ശരീരവടി പ്രകടമായിരുന്നു. കൊത്തിവെച്ച വെണ്ണക്കൽ ശില്പം പോലുള്ള അവളുടെ ശരീരവും മഴത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവളുടെ മുഖവും വെള്ളത്തുള്ളികൾ ഒട്ടിപ്പിടിച്ച കഴുത്തും തന്നെ വെപ്രാളത്തോടെ നോക്കുന്ന വിടർന്ന മെയ്കളും പകുതി തുറന്ന പിങ്ക് നിറമുള്ള ചുണ്ടുകളും എല്ലാം മറന്ന് അവളെ നോക്കി നിന്നുപോയി അവൻ. ആ നിമിഷം അവളിലെ സ്ത്രീയെ മാത്രമായിരുന്നു അവനിലെ പുരുഷൻ കണ്ടത്. പെട്ടെന്നുണ്ടായ ഒരു ഉൾപ്രേരണയിൽ അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ മുഖം താഴ്ന്നു വന്നു. അവളുടെ ഇടുപ്പിലുള്ള അവൻ്റെ പിടിമുറുകി. കൃഷ്ണ! പെട്ടെന്ന് രാജേശ്വരി അമ്മയുടെ വിളി കേട്ടതും രണ്ടുപേരും പിടച്ചിലോടെ അകന്നു മാറി. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ നിന്നും മാറിയതും അവനെ നോക്കാതെ അവൾ ധൃതിയിൽ അകത്തേക്ക് നടന്നു. അവൻ അവളെ ഒന്ന് നോക്കി മുകളിലേക്ക് നടന്നു. ആകെ നനഞ്ഞോ കുട്ടി, നീ വേഗം തല തുവർത്തി ഡ്രസ് മാറിയേ. അവളെ അങ്ങനെ കണ്ടതും രാജേശ്വരി അമ്മ പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് അവളുടെ ഡ്രസ്സും എടുത്ത് അവിടെ തന്നെയുള്ള ബാത്റൂമിലേക്ക് കയറി. സാരി അഴിച്ചു മാറ്റിയതും ഇടുപ്പിൽ അവൻ പിടിച്ച ഭാഗം ചുവന്നിരുന്നു. അക്ഷയ് സർ, എന്തായിരുന്നു സാർ അപ്പോൾ അങ്ങനെ? ആ ഒരു നിമിഷം താനും അവൻ്റെ ആ പ്രവൃത്തിയിൽ നിന്ന് കൊടുത്തില്ലേ? അവൾക്ക് മനസ്സിൽ വല്ലാതെ തോന്നി. ഒരു പക്ഷേ താനും അമ്മയെപ്പോലെ. പെട്ടെന്ന് തന്നെ അവൾ തല കുടഞ്ഞു. ഇല്ല, ഞാനൊരിക്കലും അങ്ങനെയാവില്ല. അത് അങ്ങനെയൊരു സാഹചര്യത്തിൽ അറിയാതെ പറ്റിയൊരു കാര്യം. സാറിനെയും തെറ്റു പറയാൻ പറ്റില്ല. തൻ്റെ അപ്പോഴത്തെ വേഷവും രൂപവും അങ്ങനെയായിരുന്നു. അങ്ങനെ സമാധാനിച്ചു കൊണ്ടവൾ ഡ്രസ്സ് മാറി പുറത്തേക്കിറങ്ങി. ആരാ മോളെ വന്നത്? കാറിൻ്റെ ശബ്ദം കേട്ടിരുന്നു. ആ, അത് അക്ഷയ് സാറാ മുത്തശ്ശി, അവൾ ഒരു പരുങ്ങലോടെ പറഞ്ഞു. അവൻ വന്നോ? 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ പറഞ്ഞിട്ട്. മോള് ഒരു കാര്യം ചെയ്യേ, അവൻ എന്താ വേണ്ടത് ഒന്ന് ചോദിക്കുവോ? എന്നിട്ട് അതൊന്ന് റെഡിയാക്കി വെക്ക്. ഇനി ഫുഡ് ശരിയായില്ലെങ്കിൽ അത് മതി ചെക്കന്. ഞാൻ ചെയ്തോളാം. അതും പറഞ്ഞവൾ കിച്ചണിലേക്ക് നടന്നു. ഷോ, ഞാനെങ്ങനെ ചോദിക്കും? എങ്ങനെ ഞാൻ സാറിൻ്റെ മുഖത്ത് നോക്കും? അവൾ ആലോചനയോടെ അവിടെ ഇരുന്നു. ഇനിയും വൈകിയാൽ ഭക്ഷണമാക്കാൻ വൈകും. അതോടെ അയാളുടെ വായിൽ കിടക്കുന്നതൊക്കെ കേൾക്കേണ്ടി വരും. അവൾ വിറക്കുന്ന കാലടികളോടെ മുകളിലേക്ക് നടന്നു. റൂമിന് പുറത്തെത്തിയതും അവൾ അവിടെ നിന്നു. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. കുറച്ചു മുൻപ് കഴിഞ്ഞു പോയ നിമിഷങ്ങൾ ഓർമ്മ വന്നതും അവളുടെ ധൈര്യമെല്ലാം ചോർന്നുപോയി. വിളിക്കണോ വേണ്ടയോ എന്നാലോചിച്ച് അവൾ അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് ഡോർ തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങിയതും അവളൊന്ന് പതറിപ്പോയി. എന്താ താനിവിടെ?
അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അത് മുത്തശ്ശി പറഞ്ഞു എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കാൻ. എന്നിട്ട് ചോദിച്ചോ? അവന്റെ നോട്ടം തന്റെ മുഖത്ത് നോക്കാതെ വെപ്രാളപ്പെടുന്നവളിലേക്കായി. സാറിന് എന്താ വേണ്ടത്? അവനൊന്നും മിണ്ടാതെ മാറിൽ കൈകൾ കെട്ടി അവളെ നോക്കി നിന്നു. അവൾ നിസ്സഹായതയോടെ അവനെ നോക്കി. എനിക്കൊന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ. പിന്നെ ഒരു ബ്ലാക്ക് ടീ വേണം. അവളൊന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. താഴെ എത്തിയതും അവൾ ശ്വാസം വലിച്ചു വിട്ടു. പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളമെടുത്ത് സ്റ്റൗവിൽ വെച്ചു. തനിക്ക് എന്താണ് ഈശ്വരാ പറ്റിയത്? ഈയിടെയായിട്ട് അയാളെ കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നു. അക്ഷയ് സാറിന് തന്നോടുള്ള പെരുമാറ്റത്തിൽ എന്തോ മാറ്റമുള്ളതുപോലെ. ഏയ് ഇല്ല, തന്നെപ്പോലൊരു പാവപ്പെട്ടൊരു പെണ്ണിനോട് സാറിന് മറ്റൊന്നും തോന്നില്ല. ആലോചനയോടെ അവൾ ടീ എടുത്ത് മുകളിലേക്ക് നടന്നു. അവൾ ചെല്ലുമ്പോൾ അവൻ ഡോർ തുറന്നിട്ട് ലാപ്ടോപ്പിൽ നോക്കി എന്തോ ചെയ്യുകയായിരുന്നു. അവൾ അകത്തേക്ക് കയറി കപ്പ് ടേബിളിൽ വെച്ച് അവനെ നോക്കി. അവന്റെ ശ്രദ്ധ മുഴുവൻ പ്രസന്റേഷനിൽ ആണെന്ന് തോന്നി അവൾക്ക്. ഞാൻ കണ്ടു കേട്ടോ. അവൾ തിരിഞ്ഞതും അവൻ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും അവൾ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. താൻ ഞാൻ വിചാരിച്ച പോലെയല്ല. ഗുഡ് വർക്ക്. നാളെ അമ്പാട്ട് ഗ്രൂപ്പ്സുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. അവരുടെ ഓഫീസിൽ വെച്ചായിരിക്കും. അത് സക്സസ് ആയാൽ അവരുമായിട്ടുള്ള പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യും. താനുണ്ടാകണം എൻ്റെ കൂടെ. ഞാനോ? ഞാനിതുവരെ അങ്ങനെയൊന്നും പോയിട്ടില്ല. എനിക്ക് അങ്ങനെ അറിയില്ല സാർ. തന്നോട് ഞാൻ കൂടെ വരുമോ എന്നല്ല ചോദിച്ചത്, വരാനാണ് പറഞ്ഞത്. താൻ എൻ്റെ സ്റ്റാഫാണ്, അല്ലാതെ ബോസല്ല തൻ്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ. മനസ്സിലായോ? അവന്റെ ശബ്ദം ഗൗരവത്തോടെ ഉയർന്നു. അത് കേട്ടതും അവൾ ഭയത്തോടെ അവനെ നോക്കി. ഞാൻ വരാം സാർ, അവൾ മുഖം കുനിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. അവനൊന്നും മൂളിക്കൊണ്ട് ലാപ്പിലേക്ക് തന്നെ മെയ് മാറ്റി. ഈശ്വരാ, ഇന്നും വൈകി. സാർ മീറ്റിംഗ് പറഞ്ഞിരുന്നതാ. ഇന്നും വഴക്ക് കേൾക്കേണ്ടി വരും. ബസ് ഇറങ്ങിയതും അവൾ ഓഫീസിലേക്ക് ഓടി. പഞ്ച് ചെയ്ത് നേരെ MDയുടെ ക്യാബിനിലേക്ക് ഓടി. അക്ഷയ് എത്തിക്കാണില്ല എന്ന ചിന്തയിൽ നേരെ അവന്റെ ക്യാബിനിലേക്ക് കയറി. ടൈപ്പ് ചെയ്യാനുള്ള ഫയൽ എടുക്കാനായി അകത്തേക്ക് കയറിയതും ടേബിളിൽ ചാരി ഗൗരവം നിറഞ്ഞ മുഖത്തോടെ തന്നെ നോക്കി നിൽക്കുന്നു അക്ഷയ്. അവനെ കണ്ടതും അവൾ വെപ്രാളത്തോടെ മുഖം കുനിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. ഓടിയതിനാൽ അവൾ കിതക്കുന്നുണ്ടായിരുന്നു. ടൈം എത്രയായി? ഗൗരവം ഒട്ടും ചോരാതെ അവൻ ചോദിച്ചു. 9:30. ഇന്ന് നേരത്തെ എത്തണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? ശബ്ദം ഉയർന്നതും അവൾ ദയനീയമായി അവനെ നോക്കി. സോറി സർ. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം വേണം. ഇതിലെ ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുക്കണം. പോകുന്നതിന് മുൻപ് അതെൻ്റെ കയ്യിൽ കിട്ടണം. അതും പറഞ്ഞവൻ കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഫയലും എടുത്തവൾ തിരിഞ്ഞു നടന്നു. അവൾ സീറ്റിൽ വന്നിരുന്നതും ഗൗരി അവൾക്കടുത്തേക്ക് വന്നു. എന്താടി മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്? സാർ എന്തെങ്കിലും പറഞ്ഞോ? ഗൗരി, ആ അസുരനെ ഒരു നാൾ എൻ്റെ കയ്യിൽ കിട്ടും. അന്ന് ഞാൻ അയാളെക്കൊണ്ട് ഇച്ഛ ഇന്ന വരപ്പിക്കും. നീ നോക്കിക്കോ. അവൾ അതും പറഞ്ഞ് ഫയൽസിലെ എല്ലാം ക്ലിയർ ചെയ്തു അതൊന്നുകൂടി വായിച്ചു നോക്കി. തെറ്റില്ലെന്ന് ഉറപ്പുവരുത്തി MDയുടെ ക്യാബിനിലേക്ക് നടന്നു. അവൾ ഡോറിൽ തട്ടി. കമിൻ. അകത്തുനിന്നും അവന്റെ മറുപടി കേട്ടതും അവൾ അകത്തേക്ക് കയറി. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? അവളാണെന്ന് കണ്ടതും അവൻ ചോദിച്ചു. ഇല്ല സർ. അവൾ ഫയൽ അവന് നേർക്ക് നീട്ടി. അവനത് വാങ്ങിയതും അവൾ തിരിഞ്ഞു നടന്നു. ഒന്ന് നിന്നേ. അവൻ വിളിച്ചതും അവളുടെ കണ്ണുകൾ ഫയലിലേക്ക് പോയി. ഈശ്വരാ, ഇനി ഇതിലും വല്ല തെറ്റും പറ്റിയോ? എന്നാ തീർന്നു ഞാൻ. ഇല്ലേ ഇങ്ങേരെന്നെ തീർക്കും. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അപ്പൊ എങ്ങനാ, തുടങ്ങിയാലോ? പറഞ്ഞുകൊണ്ടവൻ എണീറ്റ് അവൾക്ക് മുൻപിൽ വന്നു നിന്നു. അവൾ പകപ്പോടെ അവനെ നോക്കി. എന്ത് സർ? ഞാനെല്ലാം ശരിക്കും ചെക്ക് ചെയ്തിരുന്നു. അതിൽ ഒരു പിഴവും ഇല്ല കൃഷ്ണ. ഞാൻ പറഞ്ഞത് അതല്ല. അവന്റെ നോട്ടം അവളുടെ കണ്ണുകളിലേക്കായി. അത് കേട്ടതും അവൾക്ക് ആശ്വാസം തോന്നി. പിന്നെ എന്തെന്ന ഭാവത്തിൽ അവൾ അവനെ നോക്കി. താനല്ലേ കുറച്ചു മുൻപ് പറഞ്ഞത് താനെന്നെ ചില അക്ഷരമാലകളൊക്കെ പഠിപ്പിക്കാമെന്ന്? ഷ എന്നോ മറ്റോ? അപ്പോ നമുക്കാദ്യം അത് തുടങ്ങാം. അത് കേട്ടതും
അവളിൽ ഒരു വിറയൽ പടർന്നു.